السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. സർവ്വലോകത്തിന്റെ നാഥനായ അള്ളാഹു അവന്റെ ഉത്തമരായ അടിയാറുകളിൽ സാധുക്കളായ നമുക്ക് പ്രവേശനം നൽകുകയും അവൻ ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന സ്വർഗം അവന്റെ മഹളായ ഫضല് കൊണ്ട് നമുക്ക് നൽകുകയും ചെയ്യട്ടെ. അതിന് നമ്മുടെ മിനായിലെ താമസവും ഇവിടെ നിർവഹിക്കുന്ന അമലുകളും ഇതിനോട് മാനസികമായിട്ടുള്ള നമ്മുടെ സഹകരണവും എല്ലാം അള്ളാഹു കാരണമാക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. നാം പറഞ്ഞു വന്നത്, സ്ത്രീയും പുരുഷനും തമ്മിൽ പിരിയേണ്ടി വന്നാൽ ത്വലാഖ് ചൊല്ലി പിരിയുന്ന സമയത്ത് അതിന്റെ ഇദ്ദ എത്ര ദിവസമാണ്? 3 ഖുർആനുകളാണ്, ശുദ്ധിയാണ് എന്ന് പറഞ്ഞു വെച്ചു. ഗർഭിണിയായ സ്ത്രീയാണെങ്കിൽ അവളുടെ ഇദ്ദ വഫാത്തിന്റെ ഇദ്ദയായിരുന്നാലും, വഫാത്ത് എന്ന് പറഞ്ഞ മരണം, ത്വലാഖ് ചൊല്ലി പിരിഞ്ഞ ഇദ്ദയാണെങ്കിലും ആ ഗർഭത്തെ പ്രസവിക്കലാകുന്നു. ഇനി ഒരാൾ തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി, ആ ത്വലാഖ് ചെല്ലുന്ന സമയത്ത് നിക്കാഹ് ബന്ധം മാത്രമേ നടന്നിരുന്നുള്ളൂ. അവർ തമ്മിൽ ബന്ധപ്പെടലുണ്ടായിട്ടില്ല. നിക്കാഹിൽ മഹർ പറഞ്ഞിരുന്നുമില്ല, എന്നാൽ ഒരു വിധി. മഹർ പറഞ്ഞിരുന്നു, എന്നാൽ മറ്റൊരു വിധി. ഭർത്താവ് മരിച്ചു പിരിഞ്ഞതാണെങ്കിൽ അതിന്റെ ത്വലാഖ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر وعشرا فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. വല്ലദീന യുതവഫൗന മിൻകും, നിങ്ങളിൽ നിന്ന് മരണമടയുന്ന ഭർത്താക്കന്മാരും, വയദറൂന അസ്വാജൻ, അവർ ഇണകളെ ഇവിടെ ഒഴിവാക്കുന്നു. അപ്പൊ അവർ മരിക്കുന്ന സമയത്ത് അവരുടെ ഭാര്യമാര് നിലവിലുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇദ്ദയുണ്ട്, വഫാത്തിന്റെ ഇദ്ദ എന്ന് പറയും. യത്തറബസ്ന, അവർ കാത്തിരിക്കണം, ബി അംഫുസിഹിന്ന, അവരുടെ ശരീരം കൊണ്ട്, ശരീരത്തെ അടക്കി ഒതുക്കി നിർത്തി അവർ അടങ്ങി ഒതുങ്ങി കഴിയണം. 4 അശ്ഹുരിൻ വഅശ്റ, 4 മാസവും 10 ദിവസവും. ഇതാണ് വഫാത്തിന്റെ ഇദ്ദയുടെ കണക്ക്. 4 മാസവും 10 ദിവസവും അവർക്ക് പ്രത്യേകമായ നിയമങ്ങളാകുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, 1. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, ഭംഗിയുടെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇങ്ങനെ പ്രത്യേകമായ കർശന നിയമങ്ങൾ അവർക്കുണ്ട്. അതാണ് യതറബസ് നബി അംഫുസിഹിന്ന. ഫൈദാ ബലഗ്ന അജലഹുന്ന, അങ്ങനെ ഈ പറയപ്പെട്ട അവധിയെ അവരെത്തിച്ചാൽ, ഫലാ ജുനാഹ അലൈക്കും, പിന്നീട് നിങ്ങളുടെ മേൽ കുറ്റമില്ല, ഫീമാ ഫഅൽന, അവർ ചെയ്യുന്ന കാര്യത്തിൽ, ഫി അംഫുസിഹിന്ന, അവരുടെ ശരീരത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തെറ്റില്ല, ബിൽ മഅറൂഫി ശർഇൽ, അറിയപ്പെട്ടതനുസരിച്ച്. അഥവാ സുഗന്ധം ഉപയോഗിക്കുന്നു, ഭംഗി വസ്ത്രം ധരിക്കുന്നു, അത്യാവശ്യത്തിന് പുറത്തു പോകുന്നു, ഇത്തരം കാര്യങ്ങൾ അവിടെ മുൻ പതിവ് അനുസരിച്ച് ചെയ്യുന്നതിന് നിരോധനമില്ല, ഈ സമയം കഴിഞ്ഞതിന് ശേഷം. വല്ലാഹു, അല്ലാഹു തആല, ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഏതുണ്ട് അവകളെ കൊണ്ടെല്ലാം, ഖബീറുൻ, അതിന്റെ ഉള്ളറിയുന്നവനാകുന്നു. അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച ഈ കാര്യം, ഈ കൽപ്പന അനുസരിച്ചാവണം നിങ്ങളുടെ നീക്കം. അതനുസരിച്ച് ജീവിച്ചാൽ അതിനുള്ള പ്രതിഫലം നൽകും. അതല്ല, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായിട്ടാണ് നീങ്ങിയതെങ്കിലോ അവന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണ് ഉണ്ടാവുക. അതാണ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളെ കൊണ്ടും അള്ളാഹു അറിയുന്നവനാകുന്നു. ഇദ്ദയിലിരിക്കുന്ന ഈ സ്ത്രീയെ വിവാഹാലോചന നടത്താൻ പറ്റുമോ? ഭർത്താവ് മരണപ്പെട്ടു, അവളിപ്പോൾ ഇദ്ദയിലാണുള്ളത്. എന്നാൽ അവളെ വിവാഹാലോചന നടത്താൻ പറ്റുമോ? പരസ്യമായിട്ടുള്ള ആലോചന നടത്തലോ
അങ്ങനെ ഒരു കരാർ ചെയ്യലോ അതൊന്നും പാടില്ല. എന്നാൽ ഒരു സൂചനാ രൂപത്തിലൊക്കെ നടത്തുന്നതിന് വിരോധവുമില്ല. അതാണ് ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم في أنفسكم علم الله أنكم ستذكرونهن ولكن لا تواعدوهن سرا إلا أن تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن الله غفور حليم. വലാ ജുനാഹ അലൈക്കും, പുരുഷന്മാരായ നിങ്ങളുടെ മേല് കുറ്റമില്ല. ഫീമ അറൽത്തും ബിഹി, നിങ്ങൾ സൂചനാ രൂപത്തിൽ പറയുന്നതിന് കുഴപ്പമില്ല. വിഷയം എന്താ? മിൻ ഖിത്ബത്തിൻ നിസായി, മേൽ പറയപ്പെട്ട സ്ത്രീകളെ കെട്ടാലോചന നടത്തുന്നതിനാൽ. അപ്പൊ വഫാത്തിന്റെ ഇദ്ദയിലിരിക്കുന്ന പെണ്ണാണ്. അവളെക്കുറിച്ച് ഒരു കെട്ടാലോചന നടത്തുന്നത് സൂചനാ രൂപത്തിലാണ്. ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം, അന്തി ജമീലത്തുൻ, നീ അഴകുള്ളവളാണ്. റുബ്ബ റാഗിബിൻ ഫീക്ക്, നിന്നിൽ ആഗ്രഹിക്കുന്നവർ എത്രയോ ഉണ്ട്. എന്നിത്യാദി വാക്കുകൾ, അതൊക്കെ സൂചനാ വാക്കാണ്. നിന്നിൽ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നിന്നെ കെട്ടാൻ ഞാൻ തയ്യാറാണ്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള സൂചനാ വാക്കുകൾ പറയുന്നതിന് തെറ്റില്ല. ഔ അഖ്നന്തും ഫി അൻഫുസിക്കും, അല്ലെങ്കിലോ നിങ്ങളുടെ മനസ്സിൽ അതിനെ ഒതുക്കി വെക്കുക, മനസ്സിൽ മറച്ചു വെക്കുന്നതിന് വിരോധമല്ല. അവളെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അത് മനസ്സിൽ സൂക്ഷിച്ചത് കൊണ്ട് തെറ്റില്ല. തെറ്റുള്ളത് ഇതാണ്, പരസ്യമായ രൂപത്തിൽ ആലോചന നടത്തുക, അല്ലെങ്കിൽ അവളോട് തന്നെ പറയുക. അതൊക്കെ കുറ്റകരമായ കാര്യമാണ്. അവൾ പ്രത്യേക കർശനമായ നിയമത്തിലൂടെ നീങ്ങുന്ന സ്ത്രീയാണല്ലോ. അലിമല്ലാഹു, അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അന്നക്കും, തീർച്ചയായും നിങ്ങൾ, സതദ്കുറൂനഹുന്ന, സ്ത്രീകളോട് നിങ്ങൾ ഈ വിഷയം സംസാരിക്കും. നിങ്ങൾക്കത് മനസ്സിൽ വെക്കാൻ കഴിയാതെ അത് അവളോട് പറയേണ്ടി വരും എന്ന് അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ച ഒരു ഉത്തമ മാർഗമാണ് പരസ്യമായിട്ടുള്ള പ്രസ്താവന, പരസ്യമായിട്ടുള്ള ആലോചന, ഈ വിഷയം സംസാരിക്കൽ. ഇത് പാടില്ല. മറിച്ച് സൂചനാ രൂപത്തിൽ സംസാരിക്കുന്നതിന് വിരോധമില്ല. അതിന് തഅരീൽ എന്ന പറയാം. തഅരീൽ, സൂചനയിലൂടെ ഈ കാര്യം ധരിപ്പിക്കൽ. വലാക്കിൻ, പക്ഷേ, ലാ തുവാഇദൂഹുന്ന, അവരോട് നിങ്ങൾ കരാർ ചെയ്യരുത്, സിറൻ, രഹസ്യമായിട്ട്. നിന്റെ ഈ എഴുതാണ്ട് കഴിയട്ടെ, ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നു. ഇത്തരം വാക്കുകൾ രഹസ്യമായിട്ടെങ്കിലും അവളോട് കരാർ ചെയ്യുകയോ പറയുകയോ അരുത്. ഇല്ല അൻ തഖൂലു ഖൗലൻ മഅറൂഫൻ, ദീനിൽ അറിയപ്പെട്ടതായ ആ വാക്ക് പറയൽ ഒഴികെ. അത് നേരത്തെ പറഞ്ഞതാണ്. സൂചന രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ഇവന് താല്പര്യമുണ്ടെന്ന ആ വസ്തുത അവൾ അറിയിക്കും, അതിനൊന്നും തെറ്റില്ല. ഏതായിരുന്നാലും വലാ തഅസിമു ഉഖദത്തൻ നിക്കാഹി, നിക്കാഹ് എന്ന ഇടപാടിനെ കുറിച്ചുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ പരസ്യമായിട്ട് എടുക്കാൻ പാടില്ല. ഹത്താ യബ്ലുഗൽ കിതാബു അജലഹു, കിതാബ്, ഖുർആൻ അതിന്റെ അവധി പറഞ്ഞിട്ടുണ്ട്, 4 മാസവും 10 ദിവസവും. ആ കണക്ക് എത്തിക്കുന്നത് വരെ ഒരു പരസ്യമായ നിലക്ക് ഈ വിവാഹമെന്ന കർമ്മത്തെക്കുറിച്ച് അത് ഉറപ്പിക്കലോ നിശ്ചയം കഴിക്കലോ ഇതൊന്നും പാടില്ല. വഅലമു, നിങ്ങൾ അറിയൂ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, യഅലമു മാ ഫീ അൻഫുസിക്കും, നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അറിയുന്നവനാണെന്ന ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾ അത് അറിഞ്ഞേ പറ്റൂ. എന്നിട്ടോ ഫഹദറുഹു, അള്ളാഹുവിനെ നിങ്ങൾ അനന്തരം സൂക്ഷിക്കുകയും വേണം. അള്ളാഹു നിങ്ങൾ പറയുന്ന, ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവാണ് നിങ്ങളോട് നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള നീക്കമാവണം നിങ്ങളുടേത്. വഅലമു, നിങ്ങൾ അറിയൂ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ഗഫൂറുൻ, അവൻ വളരെയേറെ പൊറുക്കുന്നവനാകുന്നു, ഹലീമുൻ, അവൻ ക്ഷമയുള്ളവനുമാകുന്നു. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വളരെ വിശാലമായതുകൊണ്ടല്ലേ അള്ളാഹു ഇവൻ നിസ്കരിച്ചാൽ അതിന്റെ പേരിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളെ പുറത്തു കൊടുക്കുന്നു. ഇവൻ ഉളൂ ചെയ്താൽ അവന്റെ കൈകൊണ്ട് ചെയ്തതായ തെറ്റുകൾ ഉളൂവിന്റെ വെള്ളം കയ്യിലൂടെ ഒഴുകുന്നതോടുകൂടി അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഇവന്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടൊക്കെ ചെയ്ത തെറ്റുകൾ ഉളൂവിന്റെ വെള്ളം അതിലൂടെ സഞ്ചരിക്കുമ്പോൾ
അത് കാരണത്താൽ ഒഴിവാക്കി കൊടുക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്തല്ലേ. ഹലീമുൻ, അള്ളാഹു വളരെയേറെ ക്ഷമയുള്ളവനാകുന്നു. അള്ളാഹുവിന്റെ ക്ഷമക്ക് ഉദാഹരണമാണ്. എല്ലാ സൗകര്യവും ഇവന് ചെയ്തിട്ട് എല്ലാം ഒരുക്കി കൊടുത്തിട്ട് ഇവന് ഇവിടെ സുഖവാസം നൽകി. എന്നിട്ട് അള്ളാഹു ഇവനെ പടച്ചത് ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അവനോട് പറയുകയും ചെയ്തു, ഇബാദത്ത് ചെയ്യാനാണ് നിന്നെ പടച്ചത്. ഇങ്ങനെയുള്ള ഇവൻ ഇബാദത്തിനെതിരായിട്ട് മാത്രം നീങ്ങുന്നു. എന്നിട്ടും കുറ്റം ശിക്ഷ ഉടനെ നൽകുന്നില്ല. അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള സമയം നൽകുന്നു. അങ്ങനെ പശ്ചാത്തപിച്ചാൽ അവന് വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇത് അള്ളാഹുവിന്റെ ക്ഷമയുടെ വലിയ ഉദാഹരണമല്ലേ. അപ്പൊ അള്ളാഹു വലിയ ക്ഷമയുള്ളവനുമാകുന്നു. ഇതും നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനി മറ്റൊരു മസല പറയാം. ഒരാള് ഒരു വിവാഹം കഴിച്ചു. വിവാഹ ബന്ധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അവളുമായിട്ടുള്ള ശാരീരിക ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. നിക്കാഹിലാണെങ്കിലോ മഹറിനെ പറ്റി പറഞ്ഞിരുന്നുമില്ല. മഹറിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലും മഹർ കൊടുക്കേണ്ടതുണ്ട്, പക്ഷെ അത് പറഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീയുമായിട്ട് ബന്ധം വിച്ഛേദിച്ചു. രണ്ട് കാര്യം: ഒന്ന്, ഇടപാട് നടക്കുന്ന സമയത്ത് മഹർ പറഞ്ഞിരുന്നില്ല. മറ്റൊന്ന്, അവളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയിരുന്നില്ല. ഇങ്ങനെയുള്ള പെണ്ണിനെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവന് പറ്റിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായി. അങ്ങനെ തലാഖ് ചൊല്ലി പിരിച്ചു. എന്നാൽ അവിടെ മഹർ കൊടുക്കേണ്ടതില്ല. അങ്ങനെ കൊടുക്കേണ്ടതില്ലെങ്കിലും പിരിയുന്ന സമയമല്ലേ, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം കൊടുക്കേണ്ടതുണ്ട്. അതിന് മത്തായി എന്ന് പറയും. ലാ ജുനാഹ അലൈക്കും ഇൻ ത്വല്ലഖ്തുമുൻ നിസാഅ മാ ലം തമസ്സൂഹുൻ ഔ തഫ്രിളൂ ലഹുന്ന ഫരീളഹ വമത്തിഉഹുന്ന അലൽ മൂസിഇ ഖദ്റുഹു വഅലൽ മുഖ്തിരി ഖദ്റുഹു മതാഅൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുഹ്സിനീൻ. ലാ ജുനാഹ അലൈക്കും, ലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ കുറ്റമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻ ത്വല്ലഖ്തുമുൻ നിസാ, നിങ്ങളുടെ നിസായിനെ, നിങ്ങൾ കല്യാണം കഴിച്ച പെണ്ണിനെ നിങ്ങൾ തലാഖ് ചൊല്ലിയാൽ. എപ്പോൾ? മാലം തമസ്സുഹുന്ന, അവരുമായിട്ട് നിങ്ങൾ സ്പർശനം നടത്തിയിട്ടില്ല. ആ സ്പർശനം എന്ന് പറഞ്ഞാൽ വിരലുകൊണ്ട് തൊട എന്ന അർത്ഥത്തിനല്ല, എല്ലാവർക്കും തിരിയുന്ന ആ സ്ത്രീ പുരുഷ ബന്ധം നടന്നിട്ടില്ല. ഔ തഫ്രിളൂ ലഹുന്ന, അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾ കണക്ക് പറഞ്ഞിട്ടില്ല. ഫരീളത്തൻ, മഹറിനെ, നിന്റെ മഹർ ഇത്രയാണ്, മഹറിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിക്കാഹ് നടന്നത് മഹർ പറയാതെയാണ്. അങ്ങനെ പറയാതെ നിക്കാഹ് നടന്നാൽ മഹർ മിസ്ൽ കൊടുക്കണമെന്ന് മസലുണ്ട്. പക്ഷെ അങ്ങനെ നടന്ന നിക്കാഹിന് ശേഷം ഇവർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്താതെയാണ് പിരിഞ്ഞത്. ഇങ്ങനെ വരുമ്പോൾ പ്രശ്നമില്ല, മഹർ കൊടുക്കേണ്ടതില്ല. അപ്പൊ മത്യുഹുന്ന, അവർക്ക് നിങ്ങൾ ഒരു സമ്മാനം നൽകണം. പിരിയുന്ന സമയത്ത് നല്ല മനസ്സോടുകൂടെ അവൾ പിരിയട്ടെ, നല്ല മനസ്സോടുകൂടെ ഇവൻ പിരിക്കട്ടെ. ആ നിലക്ക് അലൽ മൂസി, കഴിവുള്ളവന്റെ മേൽ ഖദറുഹു, അവന് അനുസരിച്ചുള്ള ഒരു കണക്ക്. അലൽ മുഖ്തിരി, കഴിവുകേടാണ്, ദാരിദ്ര്യം, വിഷമക്കാരനാണെങ്കിലോ ഖദറുഹു, അവന്റെ കണക്ക്. അപ്പോ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. വിശാലതയുള്ളവനാണ്, കഴിവുള്ളവനാണെങ്കിൽ അവനൊരല്പം വിശാലത ചെയ്തുകൊണ്ട് കൊടുക്കുക. ഇല്ലാത്തവനാണെങ്കിലും അവനും കഴിയുന്ന ഒന്നുണ്ടാവുമല്ലോ, അത് കൊടുക്കുക. ഇതൊക്കെ മത്താഅൻ ബിൽ മഅറൂഫി, മഅറൂഫ് കൊണ്ട് ദീനിൽ അറിയപ്പെട്ട നല്ല നിലക്കുള്ള പിരിയൽ. ആ മത്താ ആകുന്നു, ഒരു ഗിഫ്റ്റ്, സമ്മാനമാകുന്നു. ഹക്കൻ, ഇങ്ങനെ ഒരു നിയമം അള്ളാഹു വെച്ചിരിക്കുന്നു അലൽ മുഹ്സിനീന, ഗുണവാന്മാരായ ആളുകൾക്ക്. നല്ലതുപോലെ പിരിയാൻ തീരുമാനിച്ച ആൾക്കാർക്ക്, ഒരാളുമായിട്ട് അടുക്കുന്ന സമയത്തും നല്ലതുപോലെ, പിരിയുന്ന സമയത്തും നല്ലതുപോലെ, എങ്ങനെയാണല്ലോ വേണ്ടത്. അത് മുഹ്സിനുകളാണ്, നല്ലവരാണ്. അങ്ങനെ നന്മ ചെയ്യാൻ വിചാരിച്ച ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബാധ്യത അള്ളാഹു ആക്കിയിട്ടുണ്ട്. അത് ഇവരുടെയും അവരുടെയും ഗുണത്തിന് വേണ്ടിയിട്ടാകുന്നു. ഇനി മറ്റൊരു കാര്യം എന്താ? നിക്കാഹ് നടക്കുന്ന സമയത്ത് മഹറിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെയല്ല. എന്നിട്ട് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞു. അതിലിടക്ക് ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്നുള്ള ഒന്നുണ്ടായി, മറ്റൊന്നുണ്ടായില്ല. അതാണ് ഇനി പറയുന്നത്. വൈൻ ത്വല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുൻ വഖദ് ഫറൽതും ലഹുന്ന ഫരീളതൻ ഫനിസ്ഫു മാ ഫറൽതും ഇല്ലാ അൻ യഅഫൂന ഔ യഅഫുവല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ് വഅൻ തഅഫൂ അഖ്റബു ലിത്തഖ്വാ വലാ തൻസവുൽ ഫളല ബൈനകും ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ.
വൈൻ തൊല്ലക്തുമൂഹുന്ന, ഇനി മേൽ പറയപ്പെട്ടതായ സ്ത്രീകളെ നിങ്ങൾ തൊലാക്ക് ചൊല്ലി പിരിച്ചു. മിൻ കബിലിയാൻ തമസ്സൂഹുന്ന, അവരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയിട്ടില്ല, അതിന്റെ മുമ്പാണ്. അപ്പൊ നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ, ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല. അതിന് മുമ്പായിട്ട് അവരെ തൊലാക്ക് ചൊല്ലി പിരിച്ചു നിങ്ങൾ. പക്ഷെ നേരത്തെ പറഞ്ഞതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. കത് ഫറൽത്തും ലഹുന്ന, അവർക്ക് നിങ്ങൾ ഫറലാക്കിയിരുന്നു, നിശ്ചയിച്ചിരുന്നു, ഫരീലത്തൻ, ഒരു നിശ്ചയിക്കൽ. അപ്പൊ മഹർ ഇത്രയാണെന്ന് നിക്കാഹിന്റെ അഖിദിൽ, ഇടപാടിൽ പറഞ്ഞിരുന്നു. എന്നാൽ നിസ്ഫുമാ ഫറൽത്തു, നിങ്ങൾ ആ പറഞ്ഞു വെച്ചതിന്റെ പകുതി നൽകേണ്ടതുണ്ട്. ഇതാണ് വിധി. അപ്പോ നിക്കാഹില് മഹർ ഇത്ര എന്ന് കണക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിക്കാഹ് നടന്നു, അതിനുശേഷം എന്തോ തടസ്സം വന്നു, ഇവര് വേണ്ടെന്ന് വെച്ചു, പിരിയാണ്, തൊലാക്ക് ചൊല്ലി. എന്നാൽ കൊടുക്കേണ്ടത് പറഞ്ഞു വെച്ച മഹറിന്റെ പകുതിയാകുന്നു. ഇപ്പൊ നിസ്ഫുമാ ഫറൽത്തും. ഇനി ആ പകുതി ഒഴിവായി കിട്ടണമെങ്കിൽ ഒരു മാർഗമുണ്ട്. അതെന്താ? അതിന് അവകാശപ്പെട്ടവർ വേണ്ടെന്ന് വെക്കണം. അത് അവകാശപ്പെട്ടവർ രണ്ടുപേരാ. ഒന്ന് ഈ സ്ത്രീ തന്നെ, അവൾക്ക് കിട്ടേണ്ട വിവാഹ മൂല്യമാണത്. അവൾ പറഞ്ഞു എനിക്കത് വേണ്ട, ഇവർ പോയിക്കോട്ടെ. അല്ല, ഇവള് ചെറിയ കുട്ടിയാണെന്ന് വെക്കുക, ഇവളുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അവളുടെ കാര്യം തീരുമാനിക്കുന്നത് അവളുടെ പിതാവാണ്. അങ്ങനെ വരുന്ന സമയത്ത് അയാൾക്കും അത് ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെ രണ്ടു പേർക്കേ അത് വേണ്ടെന്ന് വെക്കാനുള്ള അധികാരമുള്ളൂ. ഇല്ല അയ്യാഫൂന, സ്ത്രീകൾ വിട്ടുവീഴ്ച ചെയ്താലൊഴികെ. അപ്പൊ അവൾക്ക് കിട്ടേണ്ടുന്ന പകുതി അവൾ വേണ്ടെന്ന് വെച്ചല്ല, പകുതിയും അവൻ കൊടുക്കേണ്ടതില്ല. ഔ യാഫു അല്ലദീ ബിയദിഹി ഉഖ്ദത്തു നിക്കാഹി, അല്ലെങ്കിൽ ആ നിക്കാഹി എന്ന ഇടപാട് ഏതൊരാളുടെ കയ്യിലാണോ നിലകൊള്ളുന്നത് അയാൾ വിട്ടുവീഴ്ച ചെയ്യുക. അതാരാണ്? പെണ്ണിനെ കെട്ടിച്ചൊഴുക്കാനുള്ള അവകാശം, അധികാരം അത് രക്ഷിതാവിനുള്ളതാണ്. അവളാണെങ്കിലോ ചെറിയ കുട്ടിയാണ്, അവളുടെ കാര്യത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് ഈ വലിയാണ്. ഇങ്ങനെ വരുമ്പോൾ അയാളത് വേണ്ടെന്ന് വെച്ചാലും അത് ഒഴിവാകും. ഇതല്ലാതെ മറ്റു മാർഗമല്ല. അല്ലാത്ത രൂപത്തിലൊക്കെ കൊടുക്കേണ്ടത് പകുതിയാകുന്നു. ഒരു കാര്യം പറയട്ടെ, വാൻ താഫു, നിങ്ങളുടെ വിട്ടുവീഴ്ച സ്വഭാവം ഉണ്ടല്ലോ, അത് അക്രബുലി തഖ്വ, തഖ്വയുമായിട്ട് വളരെയേറെ അടുപ്പമുള്ളതാകുന്നു. ആരുമായിട്ട് ബന്ധപ്പെടുമ്പോഴും പിരിയുമ്പോഴൊക്കെ ഒരു വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ കൂടെ ആവണം. വാൻ താഫു അക്രബുലി തഖ്വ. വലാ തൻസവുൽ ഫളല ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഫളൽ ഉണ്ടായിരിക്കണം, ഉദാരത സ്വഭാവം ഉണ്ടായിരിക്കണം. അതിനെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. വലാ തൻസവ്, നിങ്ങൾ മറക്കരുത്, അൽ ഫളല, നിങ്ങളുടെ ഉദാരതയെ, ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും അല്ലാഹു ബസീറുൻ, അവൻ കാണുന്നവനാകുന്നു. തീർച്ചയാണ് ഇക്കാര്യം. അല്ലാഹു അറിയാതെ, അല്ലാഹു കാണാതെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതൊരിക്കലും നടക്കുന്നതല്ല. അതെല്ലാം അല്ലാഹു അറിയുന്നവനാണ്, എല്ലാം കാണുന്നവനാകുന്നു. അർഹമുറാഹിമായ അല്ലാഹു അവന്റെ ഹിഫ്ളും ഹിമായത്തും നമുക്ക് നൽകുകയും അവന്റെ തിരുനോട്ടം നമ്മിലേക്ക് എപ്പോഴും നൽകുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.